ഹലോ സ്റ്റുഡൻസ്, പ്ലസ് വണ്ണിലെ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. A market research group conducted survey of 1000 consumers. So 1000 consumersന്റെ ഒരു റിസർച്ച് നടക്കുകയാണ് and reported that വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ 720 consumers like product A, 720 consumers like product A, 450 consumers like product B. ഓക്കെ, അപ്പം 720 ആൾക്കാർ പ്രൊഡക്റ്റ് എന് ഇഷ്ടപ്പെടുന്നു, 450 ആൾക്കാർ പ്രൊഡക്റ്റ് ബിനെ ഇഷ്ടപ്പെടുന്നു. ആൻഡ് വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ഹാവ് ലൈക്ഡ് ബോത്ത് പ്രൊഡക്ട്സ്? രണ്ടും ഇഷ്ടപ്പെടുന്ന എത്ര പേര് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ഹാവ് ലൈക്ഡ് ബോത്ത് പ്രൊഡക്ട്സ്. ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ വളരെ ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സോ രണ്ട് വേയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ലോജിക്കലായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ടോട്ടൽ let u is equal to all consumers. Okay, so if up 1000 consumers ആണല്ലേ, n of u is equal to 1000 and let s is equal to s എന്താണെന്ന് എടുക്കുക, s is equal to number of consumers liked product A and t is equal to number of consumers liked product B. Given n of s is equal to A ഇഷ്ടപ്പെടുന്ന ആൾക്കാർ 720 ആണെന്ന് തന്നിട്ടുണ്ട്, ബി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ 450 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? രണ്ടും ഇഷ്ടപ്പെടുന്ന എത്ര പേരെങ്കിലും വേണം. നോക്കുക, 720യും 450. 720 എന്ന് പറയുന്നത് എനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, 450 എന്ന് പറയുന്നത് ബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1170 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. പക്ഷെ നോക്കുക, ടോട്ടൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് 1000 മാത്രമേ ഉള്ളൂ. സോ എ മാത്രം ഇഷ്ടപ്പെടുന്ന 720യും ബി മാത്രം ഇഷ്ടപ്പെടുന്ന 450യും പോസിബിൾ അല്ല. രണ്ടും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും വേണം. എത്ര പേര് വേണം? ആകെ 1000 ആൾക്കാരാണുള്ളത്. എത്ര പേരെങ്കിലും രണ്ടും ഇഷ്ടപ്പെടുന്നത് വേണം? നമ്മൾ 1170 1000 കുറയ്ക്കാം അല്ലെ? രണ്ടും കൂടി സമ്മ ചെയ്തപ്പോൾ 1170 1170 എന്ന് പറയുന്ന ഒരു നമ്പറാണ് കിട്ടിയത്. പക്ഷെ 1000 മാക്സിമം പോസിബിൾ ആയിട്ടുള്ളൂ. സോ ബാക്കിയുള്ള 170 ആൾക്കാർ രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണം. ബാക്കിയുള്ള 170 പേരെങ്കിലും അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബാക്കിയുള്ള ഈ 170 എന്ന് പറയുന്നത് is the least number that must have liked both products. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനല്ല ഇഷ്ടം, നിങ്ങൾക്ക് കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു രീതിയിലും കൂടെ ഇത് പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുക? അതിന് നമ്മൾ ഒരൊറ്റ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. n of s union t is equal to, ഇതെന്താണെന്ന് അറിയണ്ടാവും. n of s union t is equal to n of s plus n of t minus n of s intersection t ആണല്ലോ. ഇതിനെ തന്നെ എങ്ങനെയും എഴുതാം. നോക്കുക, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം നോക്കുക. n of s union t നമുക്ക് തന്നിട്ടില്ല. നമുക്ക് യൂണിവേഴ്സൽ സെറ്റിന്റെ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്. n of s plus n of t ഇത് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് n of s? 720 plus n of t is 450 മൈനസ് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്രയാണെന്ന് തന്നിട്ടില്ല നമുക്ക്. അപ്പൊ n of s ഇന്റർസെക്ഷൻ t അവിടെ തന്നെ നിൽക്കട്ടെ. ഇനി n of s യൂണിയൻ t, ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്രയാണെന്നും തന്നിട്ടില്ല അല്ലെ? ഏതെങ്കിലും ഒന്ന് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്രയാണെന്ന് തന്നിട്ടില്ല. n of s യൂണിയൻ t എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഇതിനെ തന്നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. n of s intersection t is equal to 720 plus 450 minus n of s union t. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ലീസ്റ്റ് വാല്യൂ ആണ്. അതുകൊണ്ടൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയത്. ഇതിന്റെ n of s intersection t അല്ലെ, അതാണ് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം. ഇത് ലീസ്റ്റ് ആവണമെങ്കിൽ ഇത് ഓൾറെഡി ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഇതൊരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് ഓഫ് ഒരു പോസിറ്റീവ് നമ്പർ. സോ ഇതിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട്, ഇവിടെ നെഗറ്റീവ് ആണല്ലോ അല്ലെ, ഇതിന്റെ അകത്തുനിന്ന് ഒരു നമ്പർ മൈനസ് ചെയ്യാണ്. സോ ഇത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താവും? ഇത് കുറയും അല്ലെ? ഇതിന്റെ ഏറ്റവും കുറവാണ് നമുക്ക് വേണ്ടത്. ഇത് കൂടുന്നതിനനുസരിച്ച് ഇത് കുറയും. സോ ഇത് ഏറ്റവും മാക്സിമത്തിൽ വരുന്ന സമയത്ത്
ഇത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് നിൽക്കും. ഇത് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും. ഇത് മാക്സിമം ആവുമ്പോൾ ഇത് ലീസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നോക്കാം ഇതിന്റെ മാക്സിമം വാല്യൂ എന്താണ്. ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മാക്സിമം വാല്യൂ എന്താണ്? മൊത്തം കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. മാക്സിമം അത്രയും കൺസ്യൂമേഴ്സ് അല്ലേ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന്റെ മാക്സിമം വാല്യൂ 1000 ആണ്. സോ ആ മാക്സിമം വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് n ഓഫ് s ഇന്റർസെക്ഷൻ ടിയുടെ ലീസ്റ്റ് വാല്യൂ കിട്ടും. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. n ഓഫ് s ഇന്റർസെക്ഷൻ ടിയുടെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? 720 പ്ലസ് 450 മൈനസ് ഇതിന്റെ മാക്സിമം വാല്യൂ ആണ്, അത് 1000 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1170 മൈനസ് 1000. ദാറ്റ് ഇസ് ഈക്വൽ ടു 170. ഇങ്ങനെയും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. സോ ഇതിൽ ഏത് അപ്രോച്ച് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യാം. താങ്ക് യു.